Hey guys, welcome to my channel. ഞങ്ങളിപ്പോൾ സിലിഗുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വെളുപ്പാങ്കാലമാണ്, നല്ല കോടയുണ്ട്. ഇന്നലെ രാത്രിയിലെ വിശേഷം മുതൽ ഞാൻ തുടങ്ങാം. കൊൽക്കത്ത ടു സിലിഗുരിയിലേക്കുള്ള യാത്രാവിശേഷങ്ങൾ, അനുഭവങ്ങളാണ് ഞാനപ്പോൾ ഈ വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് പോണത്. ഞങ്ങളങ്ങനെ വിക്ടോറിയ മെമ്മോറിയലൊക്കെ കണ്ട് സാകേഷ് ഭായിനോടും അമ്മേനോടൊക്കെ യാത്ര പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലിഗുരിയാണ്. സിലിഗുരിയിലേക്ക് കൊൽക്കത്തയിൽ നിന്ന് ഏതാണ്ട് 585 കിലോമീറ്റർ ഉണ്ട്. 585 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെയുള്ള ദൂരം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അതെന്തുമാത്രം ഡിസ്റ്റൻസ് ആണെന്നുള്ളത്. ഏകദേശം ഒരു 13 to 15 അവർ ഡ്രൈവ് ഉണ്ട്, മനസ്സിലായ. ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 8-8:30 മണിയോടെ കൊൽക്കട്ടയിൽ നിന്ന് ബൈ അടിച്ച് ഞങ്ങൾ സാധാരണ ചെയ്യണ പോലെ 100 കിലോമീറ്റർ എത്തുമ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും, ഒരു ചായ കുടിക്കും, അങ്ങനെയാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അത് നല്ലൊരു ഗ്രാമപ്രദേശമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഉൾഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ, ടൗണും കാര്യങ്ങളൊന്നും അങ്ങനെ കാണില്ല. അപ്പോൾ ഞങ്ങൾ പോയി അവസാനം ഒരു വഴി തിരിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ടൗണിൻ്റെ ഒരു പ്രതീതി എത്തി. ടൗൺ എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമൊക്കെ കണ്ട്. ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈഡേഴ്സാണെന്ന് മനസ്സിലായി. അങ്ങനെ സ്റ്റാഫ് ഞങ്ങളോട് ഉള്ളിൽ കയറി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് റോയൽ എൻഫീൽഡിൻ്റെ ഓണർ വന്നിട്ട് നമ്മളെ സൽക്കരിച്ച് ചായയും കടിയൊക്കെ തരുന്നുണ്ട്. അതൊക്കെ ആ വീഡിയോ ഞാൻ അഫ്രീദിൻ്റെ വെർഷനിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ടെക്നിക്കലി സിലിഗുരിയുടെ 3ാമത്തെ വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ കോണ്ടൻ്റ് ഒന്നുമില്ല. നമ്മൾ കൊൽക്കത്ത ടു സിലിഗുരി വരെ എത്തുന്ന ആ ഒരു നമ്മൾ റൈഡ് ചെയ്യുന്ന സീൻ, രാവിലെ റൈഡ് ചെയ്യുന്ന സീനും പിന്നെ വിശേഷങ്ങളും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കവേ സൂര്യൻ ഉദിച്ച് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തുന്നുണ്ട്. നമ്മൾ എന്നിട്ട് സൺറൈസ് കാണുന്നുണ്ട്. നല്ല കോട, അതായത് രാവിലെ എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഈ കോടമഞ്ഞും നമ്മുടെ ആ ഒരു പ്രകൃതിയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സൈഡൊക്കെ ഒതുക്കി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നെയും വണ്ടി തിരിച്ച് നമ്മൾ അതിന് മുമ്പായിട്ട് ആ റോയൽ എൻഫീൽഡ് ഷോറൂമൊക്കെ അവിടെ നിന്ന് ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വെച്ചലക്കി വിടുകയാണ്. വെച്ചലക്കി നമ്മൾ ഫറക്ക ബാരേജ് എന്ന് പറയുന്ന ഒരു വലിയൊരു പാലമൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ആ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം 2 കിലോമീറ്റർ നീട്ടമുണ്ട് ആ പാലത്തിന്. മാത്രമല്ല ഗംഗാ നദിയുടെ കുറുകെയാണ് ആ പാലം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗംഗാ നദി കാണാൻ പറ്റും. നമ്മൾ ആ താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭീകര ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ഇൻറ്റൻസാണ്. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അത് ക്യാമറയിൽ എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ലിറ്ററലി വണ്ടി ഓടിക്കണമായിരുന്നു. അഫ്രീദാണ് രാത്രിത്തെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്തത്, മനസ്സിലായ. അങ്ങനെ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഇപ്പം വെളുപ്പാങ്കാലമായി, ഏകദേശം ഒരു സൂര്യൻ ഉദിച്ചേക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, നല്ല ജെറ്റാണ്, പിന്നെ നല്ല കോടയുണ്ട്. അതായത് ഫ്രണ്ടിലൊന്നും കാണാൻ നമുക്ക് പറ്റില്ല, അമ്മാതിരി കോടയാണ്. അതിനുശേഷം നമ്മൾ പോയി ഒരു തേയിലത്തോട്ടമൊക്കെ എത്തുന്നുണ്ട്. തേയിലത്തോട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നിരപ്പായിട്ടുള്ളൊരു ഭൂമിയിൽ തേയിലത്തോട്ടം ഞാൻ കാണുന്നത്. നേരെ നമ്മൾ ഈ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയുള്ള വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ അല്ലേ ഈ പറയുന്ന തേയിലത്തോട്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഈ മലഞ്ചെരുവിൽ. ഞാൻ ആദ്യമായിട്ടാണ് നേരെ കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം കുറച്ച് ക്യാച്ചിയാണത്. ഞങ്ങളപ്പോൾ അവിടെ വണ്ടി നിർത്തി ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയി നോക്കി. അത് ആരുടെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ട്രെസ് പാസ് ചെയ്യണേ അവിടെ. പക്ഷെ അതിൻ്റെ ഉള്ളോട്ടൊക്കെ കയറി നോക്കി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് തന്നെ പോകാൻ തോന്നും. പക്ഷെ നമുക്ക് സിലിഗുരി എത്തേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും വിട്ടു പോകുന്നുണ്ട്. സിലിഗുരി എത്തി. നമ്മൾ അവിടുത്തെ ഒരു ഫസ്റ്റത്തെ നമ്മൾ കാണുന്ന ആ ഒരു കടയിൽ നിന്ന് നമ്മൾ നാസ്ത അടിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ,
ചായ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ശോകം ചായ ഞാൻ അവിടെ നിന്നും കുടിച്ചിട്ടില്ല. ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ കൂടി കഴിഞ്ഞാൽ നല്ല ചായ കിട്ടും. അത് ഞാൻ ഓൾറെഡി അഫ്രീദിൻ്റെ വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള അഫ്രീദിൻ്റെ വെർഷൻ നിങ്ങൾ കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അതിൻ്റെ അകത്ത് മനസ്സിലാവാത്ത കാര്യങ്ങളുടെ കഥയാണ് ഞാനിപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനായിട്ടില്ല. അപ്പോൾ കൊൽക്കത്ത ടു സിലിഗുരി വരെയുള്ള നമ്മുടെ ഈ യാത്രാവിശേഷങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. സിലിഗുരിയിൽ നമ്മൾ സിറ്റി ടൂറ് ഞാൻ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴല്ല, ഞങ്ങൾ സിലിഗുരിയിൽ നിന്ന് നേരെ ഗാങ്ടോക്കിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് സിലിഗുരിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്തിട്ടുള്ളത്, സിലിഗുരിയുടെ മെയിനായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. പിന്നെ നമ്മളൊരു ഏകദേശം ഒരു 9-9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടൽ പ്രിയാൻഷു എന്ന് പറയുന്നൊരു ഹോട്ടൽ നമ്മൾ സ്റ്റേ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. നാസ്ത കഴിച്ച് നമ്മൾ റൂം എടുത്ത് ഒരു 10 മണിയോടെ നമ്മൾ കിടന്നുറങ്ങിയതാണ്. പിന്നെ എണീക്കുന്ന രാത്രി 10 മണിക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അഫ്രീദിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പോയി കാണുക. നിലവിലിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു കൊച്ചി ടു നേപ്പാൾ സീരീസിൽ ഇതിലിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.